സംരംഭകർക്ക് ബോധവൽക്കരണവും പുത്തൻ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തിയും ഫിനോവ പരിശീലന പരിപാടി. NBFC അസോസിയേഷനും സൈബർ ടെക് എന്ന സ്ഥാപനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓൾ കേരള നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. NBFC മേഖലയുടെ പ്രസക്തിയെക്കുറിച്ച് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ശിവകുമാർ സംസാരിച്ചു. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്ന നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഈ ബഡ്ജറ്റിൽ തന്നെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു 16% GDP കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ്. തീർച്ചയായിട്ടും NBFC സ്ഥാപനങ്ങളുടെ കാലിക പ്രസക്തി വളരെ വലുതാണ്. ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾക്ക് എത്രയും വേഗത്തിലുള്ള വായ്പ എത്തിക്കുന്നതിനും അവർക്ക് ക്രയവിക്രയശേഷി കൂട്ടുന്നതിനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഗോൾഡ് ലോൺ മേഖലയിലെ സാധ്യതകളും പ്രവർത്തന രീതിയെക്കുറിച്ച് FIDCയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോമിനി ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചു. പുതിയതായിട്ടുള്ള മെത്തേഡുകളിൽ KYC ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ഫിസിക്കൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് നിർത്തി സിസ്റ്റത്തിൽ. കാരണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ മുഴുവൻ ഇത് മാസ്ക് ചെയ്താണെന്ന് എൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയും. ഇപ്പോഴും പക്ഷേ ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണ്, ബ്രാഞ്ചുകളിൽ ഈ ഡോക്യുമെൻ്റ് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കാണ്ട് നിവൃത്തിയില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ അവസാന 4 അക്ഷരം ഒഴികെ ബാക്കിയൊക്കെ കറുത്ത മഷി വെച്ച് മാച്ച് കളയാം എന്നൊക്കെയാണ് പറയണത്. എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അതിൽ വലിയ അബദ്ധമൊക്കെ പറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സൈബർ ടെക് വിദഗ്ധൻ സുരേഷ് K ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ചും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ മേഖലയിലുണ്ടാകേണ്ട സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. സൈബർ ടെക് IT ഇന്നോവേഷൻ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന സർവീസ് ഒരു കസ്റ്റമർക്ക് IT മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നിവാരണം ചെയ്യുന്നതിനുള്ള ഒരു അഡ്വൈസറി സ്ഥാപനമാണ് സൈബർ ടെക് എന്ന് പറയുന്ന IT കമ്പനി. കാരണം ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളുപരി അതല്ല ഞങ്ങളുടെ ഫോക്കസ്. എങ്ങനെ ഒരു സംരംഭകനെ അയാൾക്ക് വേണ്ട IT മേഖലയിൽ അയാളുടെ സംശയങ്ങൾ എങ്ങനെ പരിഹരിച്ചു കൊടുക്കാം, അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഏതെല്ലാം രീതിയിൽ അയാളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അയാളെ ഉപദേശിക്കുക, അയാളെ ഗൈഡ് ചെയ്യുക. ഈ മേഖലയിലാണ് സൈബർ ടെക് ഫോക്കസ് ചെയ്യുന്നത്. സംരംഭകർക്ക് സൈബർ ടെക്കിന്റെ നൂതന സേവനങ്ങളെ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് K പരിചയപ്പെടുത്തി. ഈ കാർഡ് ഞാൻ ഒരാളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ അയാളുടെ ഫോണിൽ ഞാൻ ഈ കാർഡിനെ ടാപ്പ് ചെയ്യും. ഫോണിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആരുടെ ഫോണിലാണോ ടാപ്പ് ചെയ്യുന്നത് ആളുടെ ഫോണിൽ എന്നെ പറ്റിയുള്ള കംപ്ലീറ്റ് പ്രൊഫൈലും ഒരൊറ്റ ടാപ്പിൽ ഈ ഫോണിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കംപ്ലീറ്റ് പ്രൊഫൈലും ഒരു ടാപ്പിൽ ഫോൺ ഞാൻ കാണുന്ന കസ്റ്റമറുടെ ഫോണിലേക്ക് എത്തും. എപ്പോഴും കയ്യിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി ഇൻ കേസ് ഈ കാർഡ് കയ്യിലില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ആപ്പ് കൂടി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. X കാർഡ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. NBFC അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ നിതീഷ് വള്ളുവനാട് നന്ദി രേഖപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.